ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കും വരെ നിങ്ങളിവിടെ ആയിരിക്കുമെന്ന് ശിഷ്യരെ ഓർമ്മിപ്പിച്ച് ദൈവികമായ ശക്തി കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രോഗബാധയും മാറ്റി അവരെ പുതിയ ജീവിതശൈലി പരിചയപ്പെടുത്തിയ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളെ പരിഹരിച്ച് അങ്ങയുടെ സൗഖ്യത്തിൻ്റെ അനുഭവം ഈ തിരുവചന ധ്യാനത്തിലൂടെ ലഭിക്കാൻ ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വൃന്ദ മാലാഖമാരെ, പേരിന് കാരണബോധനായ വിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദനയെ അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഒരു ആത്മീയ ചൈതന്യമുള്ളവരാണ് എന്ന് കേൾക്കാനായിരിക്കും ഒരു പക്ഷേ ഞാനും നീയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം എങ്ങനെയാണ് ഒരുവൻ്റെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതിനെക്കുറിച്ചൊക്കെ അമ്മ ത്രേസ്യയും കുരിശിലെ യോഹന്നാനും ഒക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റണം. ചില രോഗങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. ആ രോഗങ്ങൾക്കുള്ള മരുന്ന് കഴിച്ച് നീ മാറ്റിക്കഴിയുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ മനുഷ്യനാവുള്ളൂ എന്നാണ് അമ്മ ത്രേസ്യയും അതുപോലെ തന്നെ കുരിശിൻ്റെ യോഹന്നാനും ഒക്കെ പറയുന്നത്. അപ്പം എന്താണ് ആത്മീയ ജീവിതത്തിലേക്ക് എത്താനുള്ള ഒരുവൻ്റെ രോഗാവസ്ഥ, അല്ലെങ്കിൽ അതിൽ എത്തിച്ചേരാൻ പറ്റാത്ത ചില രോഗങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 3 രോഗങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവാം. നിങ്ങൾ കഴിഞ്ഞ വർഷം വാർഷിക ധ്യാനം നടത്തിയ അച്ഛനാണ് ഇതിനെക്കുറിച്ചുള്ള 3 രോഗങ്ങളുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തിയത്. 3 രോഗങ്ങളുള്ള വ്യക്തികൾ ബൈബിളിലുണ്ട്. അവർ ആ രോഗം പരിഹരിച്ചപ്പോൾ അവർ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്നു എന്നതിനെക്കുറിച്ച് അച്ഛൻ പറയുന്നുണ്ട്. അപ്പം അതിന് ഒരു രോഗമായിട്ട് പറയുന്നത് ഒരു നിക്കോദമോസ് രോഗമുള്ള മനുഷ്യരുണ്ട് ലോകത്തിലെന്നാണ് പറയുന്നത്. അപ്പം നിക്കോദമോസ് രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിക്കോദമോസിനുണ്ടായിരുന്ന രോഗം എന്താണെന്ന് വെച്ചാൽ അവനെക്കുറിച്ച് പറയണം, അവനെ എല്ലാം അറിയാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഐ നോ എവരിത്തിങ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി. ആരൊക്കെ അങ്ങനെ ജീവിക്കുന്നുണ്ടോ അവർക്കൊരിക്കലും ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് സ്പിരിച്വലായിട്ട് വളർന്നവർ, ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നിക്കോദമോസ്. യഹൂദരുടെ ഒരു പ്രവാചകനെ പോലെയും യഹൂദരുടെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയ മനുഷ്യനാണിവൻ. അതുകൊണ്ടാണ് നിക്കോദമോസ് പല സമയങ്ങളിൽ ഇങ്ങനെ ഈ പകലിൽ ഇങ്ങനെ സഞ്ചരിച്ച് നടന്നത്. എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് അറിയാമെന്ന് ചിന്തിച്ച് അവൻ പഠിച്ച കാര്യങ്ങൾ അവൻ്റെ മേഖലയിലൊക്കെ ഇങ്ങനെ നടന്ന് ജീവിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഒരു രോഗമായിട്ട് ഇത് മാറി എന്നാണ് ഇവനെക്കുറിച്ച് പറയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഇതേ രോഗമായിരുന്നു എന്ന് പറയണം. പൗലോസ് സാവൂളായിരുന്ന സമയത്ത് അവനെല്ലാം അറിയാം എന്നൊരു ചിന്തയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പം നീ ഒരു വചനം കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടൊക്കെയാണ് നമ്മളിരിക്കുന്നത്. ഞാനൊക്കെ ഇങ്ങനെ ഒരു വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും, ഇതൊക്കെ എത്ര തവണ നമ്മൾ വായിച്ചതാണ്, ഇനി എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷെ എളിമയുള്ളത് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില അച്ഛന്മാർ അതൊന്നും കൂടെ വായിച്ചു കഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ വചനം എത്ര സുന്ദരമായിട്ട് വ്യാഖ്യാനിക്കണം നമ്മൾ കേൾക്കുക. അപ്പോൾ ഈ ഒരു തിരുവചനം നമ്മളോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്ന, ഈ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ചിന്തിക്കുന്നത് നിനക്ക് എല്ലാം അറിയാം എന്നുള്ള ചിന്ത നിന്നിൽ നിന്ന് മാറണം. എല്ലാം അറിയാമെന്ന് നീ ചിന്തിക്കുന്നതാണ് ഒരുപക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ
മൗഢ്യമായ കാര്യം. അതുകൊണ്ടാണ് മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന കാര്യം സത്യമാണ്. നമുക്ക് എന്തിനെ കുറിച്ചാണ് ഗ്രാഹ്യമുള്ളത്? അതുകൊണ്ട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അതിനുത്തരം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പത്രോസ് നിൽക്കുന്നത്. അത് കുറച്ചു നേരം കഴിയുമ്പോൾ പത്രോസ് തോറ്റ് തുന്നം പാടിയിട്ട് പറയാം, ഈശോ എനിക്ക് അറിയില്ല. ആദ്യം പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നോട് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ പത്രോസ് കുറേയും കൂടി ഈശോയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നപ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങാം. നമ്മൾ അങ്ങനെ ഈ ഒരു ജീവിതം വഴിയൊക്കെ ആയിട്ട് കുറച്ച് പഠിച്ചു, കുറച്ച് ജീവിതാനുഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കണം. നമ്മളിങ്ങനെ ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണോ? എല്ലാം അറിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണോ? എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിയാം, സഭയുടെ പഠനങ്ങളൊക്കെ അറിയാമെന്ന് ചിന്തിക്കുന്ന ഈ പറയുന്ന നിക്കോദമോസിൻ്റെ അവസ്ഥയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ രോഗബാധിതനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എനിക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഇതിൻ്റെ ആത്മീയത എന്നല്ല പറയുന്നത്. ഐ നോ എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് യു നോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. പത്രോസ്ലീഹ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ നോ എന്നാ. എനിക്കറിയാം എന്ന് പറയണ പത്രോസ് പിന്നെ ഈ ഒരു രോഗം മാറുന്നതിന് റെമഡി ആയിട്ട് ചെയ്യുന്നത് ദൈവമേ നിനക്കറിയാം എന്ന് പറയുന്ന രീതിയിലേക്ക് അവൻ്റെ ജീവിതത്തെ ഇങ്ങനെ മാറ്റപ്പെടുത്താം. എനിക്കൊന്നും അറിയില്ല. ആ പൂജരാജാക്കന്മാർ ചെയ്യണ എന്താ? കർത്താവിൻ്റെ മുമ്പിൽ, മിശിഹായുടെ മുമ്പിൽ വീഴുക. പ്രവചനങ്ങളുടെ സൂര്യനായ ഈശോയുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഈ ജ്ഞാനികൾ പറയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല, നിനക്കേ എല്ലാം അറിയുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ശൈലി. നമുക്കിങ്ങനെയൊന്ന് ഈ ഒരു ആത്മീയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ സന്തോഷം നുകരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ചോദിക്കണം, എനിക്ക് എന്തിനെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. ഓരോന്നിനെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലെങ്കിലാണ് നമുക്ക് എല്ലാം അറിയുന്നതിനെക്കുറിച്ച് ഒരു ഇരുട്ടുമുറിയിൽ നോക്കി ഇരുട്ടുമുറിയിൽ പൊടി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഒരു ചെറിയൊരു പ്രകാശം അതിലേക്ക് അടിക്കുമ്പോൾ അതിൽ എത്രത്തോളം പൊടി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇതുപോലെയാണ് നിനക്കൊന്നും അറിയില്ല എന്ന് ചിന്തിച്ച് ദൈവികമായ പ്രകാശം നിന്നിലേക്ക് വരുമ്പോൾ നിനക്കറിയാം ദൈവം നിന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിക്കോദമോസിൻ്റെ അടുത്ത് ക്രിസ്തു ഇങ്ങനെ നിക്കോദമോസിനെ ഒരു പാർഷ്യലായിട്ട് കളിയാക്കുന്ന പോലും ഉണ്ട്. യഹൂദരുടെ നേതാവായിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ലേ നിക്കോദമോസേ? അങ്ങനെ ചോദിച്ചിട്ടാണ് നിക്കോദമോസ്, രാത്രിയിൽ വന്ന നിക്കോദമോസ്. നമ്മൾ അതൊരു തിരുവചനത്തിൻ്റെ ബ്യൂട്ടി കിടക്കുന്നത് അതാ. നിക്കോദമോസ് ഈശോയെ കാണാൻ വരുന്നത് രാത്രിയിലാണെന്ന് പറയുന്നത്. അതായത് എല്ലാം അറിഞ്ഞു എന്നൊക്കെ ചിന്തയുള്ള ഒരു മൂഢസ്വർഗത്തിൽ വന്ന ഈ പറയുന്ന നിക്കോദമോസ് ഈശോയുടെ മുമ്പിൽ വന്ന് സൗഖ്യപ്പെട്ടു പോവുക. ഈ രോഗം അവൻ്റെ ഉള്ളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എൻ്റെ ഈശോയെ നിനക്കറിയാം എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന, പ്രകാശം നിറയുന്ന, അവൻ്റെ ഉള്ളിൽ അന്ധകാരം മാറുന്ന ഒരു അനുഭവമായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് താഴാനായിട്ട് പഠിക്കണം എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സുവിശേഷം. നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ മുതിർന്നവരൊക്കെ പറയുന്ന പോലെ താഴ്ന്ന നിലത്തെ വേരോടുള്ളൂ. അതല്ലാത്ത ഭാഗങ്ങളിലൊന്നും അതിലൂടെ ഒരു നീരൊഴുക്കുണ്ടാവില്ല, അതിനൊരു സമൃദ്ധി ഉണ്ടാവില്ല. അതിനെപ്പോഴും നമുക്കറിയാലോ, നല്ല ഫലം കാക്കുന്ന മരം എപ്പോഴും ചാഞ്ഞ് നിൽക്കുള്ളൂ. ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ മുകളിലാണ് ഏറ്റവും ചൈതന്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും സട്ടിലായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, മുന്നിലേക്ക് ഉയർന്നു നിൽക്കും. പക്ഷെ അതിൽ നിന്ന് വി വിൽ നെവർ ഗെറ്റ് എനി ഫ്രൂട്ട്സ്. ഒരു നല്ലൊരു പഴവും നമുക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിങ്ങനെ നിൽക്കണു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അറിവുണ്ടെന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈശോ അത്തിമരത്തെ ശപിക്കുന്നത്. അവൻ പറയാണ് ഇലകളല്ലാതെ മറ്റൊന്നും അവൻ കണ്ടില്ല. ഇലകൾ കൊണ്ട് ഇങ്ങനെ സമൃദ്ധിയായിട്ട് നിന്ന് എന്തൊക്കെയോ ഉണ്ടെന്ന് അത്തിപ്പഴം കാണുക, അത്തിവൃക്ഷം ചിന്തിക്കുക. ഭർത്താവ് പറഞ്ഞു ഇനി നിന്നിൽ നിന്ന് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. നിൽക്കണ നിലയിൽ അത് കത്തിപ്പോയി എന്ന് പറയണേ. ഒരുപക്ഷെ ക്രിസ്തു ഇത്രയും വിമർശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യം കാണുന്നത് നമ്മൾ വേറൊരിടത്തിലും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് ഐ നോ എന്ന് ചിന്തിച്ച് നിന്ന അത്തിവൃക്ഷത്തെയാണ് കർത്താവ് തകർത്തെറിഞ്ഞ് കളഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജീവിതശൈലിയിലും ഇങ്ങനെ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ബോധ്യം ഒന്ന് പതുക്കെ മാറ്റാൻ പറ്റുമോ? നമ്മൾ ആരെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം? കുറേ അറിവുള്ളവരെയാണോ? ഒരു വൈദികനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു അച്ഛനെ ആർക്കാണ് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള അച്ഛനെ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അറിവുള്ള അച്ഛനൊന്നും അല്ല. ഡോക്ടറേറ്റ് ഉള്ള, ബിരുദങ്ങളുള്ള. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത്, വൺസ് അപ്പോൺ എ ടൈം ഞാൻ ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ പറയുന്ന അച്ഛന്മാരൊന്നും ആർക്കും ഇഷ്ടമില്ല. ഒന്നുമില്ലാത്ത രീതിയിൽ ഇവരുടെ സാധാരണ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ കൂടെ കഞ്ഞിയും പയറും കഴിച്ച് നടക്കണം അച്ഛനെ ലോകത്തിൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഈ ദിവസങ്ങളിൽ ഈ മക്കളുടെ സർവേ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ ഇത്ര സ്നേഹിക്കണേ.
ക്രിസ്തു ഇടപെട്ടിരുന്നത് മുഴുവൻ ഇങ്ങനെ വലിയ അറിവുള്ള ആൾക്കാരുടെ കൂടെയല്ല. അങ്ങനെയാണെങ്കിൽ വേദശാസ്ത്രികളുടെ കൂടെ മാത്രം ക്രിസ്തുവിനെ കാണേണ്ടതായിരുന്നു. വി വിൽ നെവർ സീൻ ദാറ്റ്. നമ്മൾ അങ്ങനെ കാണുന്നില്ല ക്രിസ്തുവിനെ. ക്രിസ്തുവിനെ കാണുന്നത് എങ്ങനെയാ? സാധാരണ മനുഷ്യരുടെ കൂടെ, അന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണ മുക്കുവരുടെ കൂടെ, തച്ചന്മാരുടെ കൂടെ, പാവപ്പെട്ട സ്ത്രീകളുടെ കൂടെ, പാവപ്പെട്ട നിർധനരായ മനുഷ്യരുടെ കൂടെ ക്രിസ്തു ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പറയുക, ഇത് ചെറുതാവലിൻ്റെ സുവിശേഷ. അത് ചെറുതാവില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, എനിക്കറിയില്ല ദൈവമേ, എനിക്കറിയില്ല ദൈവമേ, നിനക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവനിങ്ങനെ അത്ഭുതങ്ങൾ പോലും ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ക്രിസ്തു പറഞ്ഞിട്ടില്ല ഇത് എൻ്റെ കഴിവുകൊണ്ട് അത്ഭുതം ചെയ്യുന്നത്. നോ, അങ്ങനത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണുന്നില്ല. ഈശോയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം പോലും ചെയ്യണത് കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞില്ലേ, പിശാചു വന്നിട്ട് പറഞ്ഞില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ നീ ഒരു അത്ഭുതം ചെയ്യേ. വേണമെങ്കിൽ ഈശോയ്ക്ക് ചെയ്യായിരുന്നു. എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ കല്ലുകളെ ഈശോയ്ക്ക് അപ്പാക്കായിരുന്നു. വേണ്ട, ഇതോ പറയാ, എൻ്റെ ദൈവത്തിന് അറിയാത്, എനിക്കല്ല അറിയാൻ, എൻ്റെ ദൈവത്തിന് അറിയാമെന്ന് ചിന്തിച്ച് ജീവിക്കുക. അതാ ക്രിസ്തുവിൻ്റെ സൗന്ദര്യം. പക്ഷെ നമുക്കെങ്ങനെ കുറച്ച് നമ്മൾ പഠിക്കുമ്പോഴും നമ്മളൊക്കെ എന്തൊക്കെയായി എന്നൊക്കെ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു അപ്പൂപ്പനുണ്ട്. ഈ അപ്പൂപ്പനൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ്റെ കാലത്തോട്ട് വന്നിച്ച് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് പറയും, മോനെ നീ പഠിച്ച 11 വർഷത്തിൻ്റെ ആ ഒരു പഠിച്ചു എന്നുള്ളതിൻ്റെ അഹങ്കാരം എൻ്റെ മോനുണ്ടാവരുത് കേട്ടാ. എന്തോ അറിയുന്നുള്ളത് നീ വിചാരിക്കരുത്. അങ്ങനെ നീ വിചാരിച്ചാൽ ഈശോ നിന്നിലൊന്നും പ്രവർത്തിക്കില്ല. ഈ 11 വർഷം പഠിച്ചത് ഈശോയുടെ കൂടെ നിന്നതാന്ന് വിചാരിച്ച് നീ ജീവിക്കാൻ തുടങ്ങുക. അങ്ങനെ നീ അത്രയും അവരുടെ കൂടെ സാധാരണക്കാരുടെ കൂടെ നിൽക്ക്. അപ്പോൾ അവനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, നിന്റെ പള്ളിമേടയിൽ വരുന്ന ആരെ നീ ശ്രദ്ധിക്കണേ. അത് വലിയ ഓടി കാറിൽ വരുന്നവരെയും ഒരു വലിയ കോടീശ്വരന്മാരെയാണോ? അങ്ങനെ ചെയ്യണ്ട. നീ ചെയ്യേണ്ടത് ആരെയാ? നിൻ്റെ അവിടെ പേപ്പർ ഇടാൻ വരുന്നവൻ്റെ പേര് നീ പഠിക്കണം. നിൻ്റെ അവിടെ പോസ്റ്റ് ഇടാൻ വരുന്ന പോസ്റ്റ്മാനെ വിളിച്ചിട്ട് നീ ഇടയ്ക്ക് അവന് ചായ കൊടുക്കണം. അവൻ 11:30ക്കും 12 മണിക്കൊക്കെ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ടുവന്ന് നിനക്ക് പോസ്റ്റ് ഇടുമ്പോൾ അവൻ്റെ അടുത്ത് പറയണം, വാ ഒരു കപ്പ് കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ തണുക്കുന്നുണ്ടോ, ചൂടെടുക്കണ്ട നിനക്ക്, ഉല്ലാസ് വാ നല്ല തണുത്ത വെള്ളം തരാം. ഇത് പറയാൻ പറ്റുന്ന കാര്യമാണ് ഐ നോ എന്ന് മാറിയിട്ട് യു നോ എന്ന് പറയുന്ന അവസ്ഥ. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. സ്നാപകൻ പറഞ്ഞില്ലേ ഈ ഒരു കാര്യം. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ ഇങ്ങനെ ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ, അതിന് ഏറ്റവും കഴിവുള്ളവെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇവരെടുത്ത് വെക്കുക. എന്നിട്ട് പറയുക, ലോകം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിഗർ എവർ സീൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് സ്നാപയോഹനനെ കുറിച്ച് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതിൽ വെച്ച് ഏറ്റവും ചൈതന്യമുള്ളവെന്നുള്ളത്. വായ്, എന്തുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു? ചോദിച്ചു, നീയാണോ ഈ പറയുന്ന അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, നോ 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 ഞാനല്ല, അതൊന്നുമല്ല. പിന്നെ ആരാ? എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാ. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ഓർക്കണം, നമ്മളിങ്ങനെ ഈ പറയുന്ന ചെറിയ ലോകത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടാണോ ചെയ്തുകൊണ്ടിരിക്കണേ? നമ്മളൊക്കെ അറിയാം, നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സർദാർജിയുടെ ഫലിതമൊക്കെ കേട്ട പോലെ ഞാനിങ്ങനെ കണ്ണി കണ്ട അതൊന്നും കഴിക്കില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല നമുക്ക് ബ്രെഡും ഇതും കൂടി കഴിച്ചാലോ, തേനും കൂടി കഴിച്ചാലോ. അയ്യോ, കണ്ണി കണ്ട ജീവികളുടെ നാവിൻ്റെ ഉള്ളിൽ നിന്ന് വരണ, വായുടെ ഉള്ളിൽ നിന്ന് വരണ അതൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് തേൻ മാറ്റി വയ്ക്കുക. ഞാനങ്ങനെയൊന്നും നിൽക്കേണ്ട ആളല്ല, അത് ചെയ്യണ്ട. എനിക്ക് വലുതായിട്ടുള്ള എൻ്റേതായിട്ടുള്ളൊരു ലോകം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ദിവസങ്ങളിൽ പറഞ്ഞു കേട്ട കഥയൊക്കെ തന്നെ, അല്ലെങ്കിൽ കേട്ടൊരു തമാശയൊക്കെ തന്നെയാണ്. ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് വാതിലും മുട്ടി. അപ്പോൾ ഭാര്യ അങ്ങനെ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, അല്ല എന്തെങ്കിലും തരണം. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒന്നും തരാല്ലേ പോയി. അങ്ങനെ പോയി ഈ മനുഷ്യനത് കേട്ട് ഈ ഭിക്ഷക്കാരൻ ഇങ്ങനെ സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്താ വന്നേ? പറഞ്ഞു, അല്ല ഭാര്യ അങ്ങനെ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു എന്ന് പറയും. അയ്യോ, നീ വാ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പാവം ഭിക്ഷക്കാരൻ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും കയറിയിട്ട് വാതിലൊക്കെ തുറന്നിട്ട് ചോദിച്ചു, അല്ല എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭിക്ഷക്കാരൻ നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഒന്നും തരാല്ലേ, പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇതിനല്ലേ തൻ്റെ ഭാര്യയും പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഈ പറയുന്ന വീട്ടിലത്തെ ഭർത്താവ് പറഞ്ഞു, അവൾക്കത് പറയാനുള്ള അവകാശമില്ല, ഇത് പറയേണ്ട ആൾ ഞാനാ, എനിക്കാണ് അറിവുള്ളത്, ഞാനാണ് ഈ വീടിൻ്റെ നാഥൻ, ഞാനത് പറയുള്ളൂ എന്നിട്ട് ഇറക്കി വിടുക. എന്തിനെങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവളോട് ബുൾസൈ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു കോഴിമുട്ട കൊടുത്തു, അവളതുകൊണ്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തന്നു എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ വഴക്കുണ്ടാക്കണ അവസ്ഥകളൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എവിടെയൊക്കെ നമ്മൾ എത്തിക്കണേ? എനിക്ക് എന്തറിവെന്ന് പറയണേ? എനിക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് എന്ത് ഫ്രീഡം എടുക്കാൻ പറ്റുന്നത്? ഓൺലി ഇത് ഫൈനൈറ്റ് ഫ്രീഡം ഉള്ളവരെ നമ്മൾ. ഇൻഫിനിറ്റ് ഫ്രീഡം നമുക്കില്ലല്ലോ. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്കൊരു തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാനൊരു ഷോപ്പിൽ പോകണം.
ഒരു അരി മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഈ ഒരു 25 തരം അരിയിൽ നിന്ന് ഒരു തരം അരി, ഇപ്പോൾ മട്ടരി ആണെങ്കിൽ അതല്ലെങ്കിൽ പൊന്നരി ആണെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്യണു. എന്നിട്ട് ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഫ്രീഡം ആയതുകൊണ്ട് ഞാൻ എടുക്കുക. അതിങ്ങനെ എടുത്തു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണാം 100-500 തരം അരികൾ അവിടെ ഇരിക്കുക. അപ്പം ഞാൻ ആദ്യം എടുത്തത് എന്തായി? അതെടുത്തത് ഞാൻ അറിഞ്ഞു എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ? ഓൺലി ഫൈനൈറ്റ് അല്ലേ? അതിനേക്കാൾ ലോകത്തിലെ എന്തോരം തരം വ്യത്യസ്തമായ അരികളുടെ ഗ്രൂപ്പിലത്. ഇതൊരല്പം ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കൊന്നും അത്രയേ ഉള്ളൂ, വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. ഫൈനൈറ്റ് ആയിട്ട് ഉള്ളൂ നമ്മൾ, ഇൻഫിനിറ്റ് ദൈവം മാത്രമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ എന്തിനാ എല്ലാ അറിവുള്ളവരെ പോലെയൊക്കെ നടിച്ചുകൊണ്ടിരിക്കുന്നത്? വേണ്ട. ഇനി സുവിശേഷം നമ്മളോട് പറയണ ഐ നോ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് യു നോ എന്ന് പറയണ പത്രോസിൻ്റെ അവസ്ഥയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം നിൽക്കുക. ഇനി രണ്ടാമത്തെ രോഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമറിയക്കാരി സ്ത്രീക്കൊരു രോഗം ഉണ്ടായിരുന്നു എന്ന് പറയണം. ഐ ഹാവ് എന്ന് പറയുന്ന, എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു രോഗം. അവൾക്കൊരു കുട ഉണ്ടായിരുന്നു കയ്യിൽ, അവൾ അതും കൊണ്ടാണ് ഇപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നെന്ന് പറയണേ. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ മുമ്പിൽ ഈ പറയുന്ന സമറിയക്കാരി സ്ത്രീ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ഏതാ നസ്രായനല്ലേ? നീ എൻ്റെ കൂടെ നിൽക്കാനുള്ള ആളല്ല, എനിക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. നീ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിക്കേണ്ട, മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ക്രിസ്തു പറയുക, എൻ്റെ മോളെ ഇതൊന്നും അല്ല കാര്യം, നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഒന്നും നിൻ്റെ അല്ലല്ലോ. അവസാനം കാണുന്നത് എങ്ങനെയാ? ആ പാവപ്പെട്ട ഈ പറയുന്ന സമറിയക്കാരി സ്ത്രീ അവളുടെ കുടം ഉപേക്ഷിച്ച് പോയി എന്ന് പറയണേ. അപ്പോൾ അതോടുകൂടി അവളുടെ രോഗം മാറുക. അതായത് ഉണ്ടെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊന്നും നമുക്കില്ല. ഐ ഹാവ് എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് യു ഹാവ് എന്ന് പറയണ ഒരു ദിവസം ദൈവമേ നിനക്കുണ്ട് എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു രോഗം കൂടി പറഞ്ഞിട്ട് വിചാരങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് സക്കേവൂസ് രോഗം എന്ന് പറയുന്ന ഒരു രോഗമാണ്. ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു രോഗം. അതിനെക്കുറിച്ചൊന്ന് വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. സക്കേവൂസ് രോഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഐ ക്യാൻ മാനേജ് എവരിത്തിങ്. എനിക്കെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ചിന്തിക്കണ ഒരു തരം രോഗമാണ്. ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാൻ ഞാൻ എന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. വേറെ ആരുടെ നമ്മൾ ഷെയർ ചെയ്യില്ല. ഒരു ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അത് ദൈവവും വേണ്ട, മനുഷ്യരും വേണ്ട, സഹപാഠിയും വേണ്ട, സുഹൃത്തും വേണ്ട, ബന്ധുവും വേണ്ട, ജീവിത പങ്കാളി വേണ്ട, ആരും വേണ്ട. ഐ ക്യാൻ മാനേജ് ഓൾ ദീസ് തിങ്സ്. ഐ ഹാവ് മാനേജ് ഓൾ ദീസ് തിങ്സ്. എനിക്കെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അത് ഈ സക്കേവൂസിൽ നമ്മൾ കറക്റ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ? സക്കേവൂസ് ആ കുള്ളനായ മനുഷ്യനാവും, അധികം ഉയരൊന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ ഈ സക്കേവൂസിന് വേണമെങ്കിൽ ചെയ്യായിരുന്നു ഈ പറയുന്ന സിക്കമോർ മരത്തിൽ പോണേക്കാൾ എളുപ്പമുള്ള കാര്യം അവൻ എന്തായിരുന്നു എന്നറിയോ? അവന് പോയിട്ട് ഈ പറയുന്ന തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട് ചേട്ടന്മാരെ വഴിയൊന്ന് കുറച്ചൊന്ന് മാറിത്തരുമോ, ഞാനിതിലൊന്ന് പോയിട്ട് ഈ പുള്ളിക്കാരനെ ഒന്ന് കണ്ടോട്ടെ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. സക്കേവൂസ് അങ്ങനെ ചിന്തിക്കണില്ല. സക്കേവൂസ് ഒരാളുടെ മുമ്പിലും കുമ്പിടണില്ല എന്ന് പറയണം. ഒരാളുടെ മുമ്പിലും. സക്കേവൂസിന് എത്ര സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നറിയോ? എത്ര സാധ്യതകൾ. അതിലൊരു സാധ്യതയാണ് ഇങ്ങനെ അവരുടെ മുമ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ ഈ തിരക്ക് നിൽക്കണ അവരുടെ പോയിട്ട് ഒന്ന് വഴിമാറി തന്നെ ഞാൻ ഒന്ന് കടന്നു പോയിക്കോട്ടെ, ഞാനിങ്ങനെ ഒരു വഴിപിഴച്ച ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് സഹായിച്ചേന്ന് പറയായിരുന്നു. ക്യാൻ ഐ മാനേജ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് യു ക്യാൻ മാനേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ സക്കേവൂസിൻ്റെ ജീവിതം എടുത്ത് മാറ്റായിരുന്നു. പക്ഷെ സക്കേവൂസ് ചെയ്യണത് എന്താ? ആരും കൂട്ടാക്കണില്ല. ആരെയും കൂട്ടാക്കാതെ, ആരുടെയും ഒരു സഹായവും ഇല്ലാതെ അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക? അവിടെ നോക്കുന്നു, പറ്റുന്നില്ല എന്ന് കാണുന്നു, ഉടനെ മുകളിലേക്ക് അവൻ കയറുക. ഈ പറയുന്ന സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണ കാണുമ്പോൾ സക്കേവൂസ് നോക്കിയിട്ട് ഈശോ ചിരിക്കണ എന്താണെന്ന് അറിയാം? എടാ പൊട്ട. കർത്താവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന കറക്റ്റ് വാചകം. അതുകൊണ്ട് പറയണേ, എടാ പൊട്ട, നീ എന്തിനാ എൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നേ? നീ എൻ്റെ മുകളിൽ നിന്ന് നീ നിൻ്റെ കഴിവുകളുടെ മേലോ അല്ലെങ്കിൽ നീ വിചാരിക്കുന്നതിൽ നിനക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്ന കാര്യം അതിൻ്റെ മുകളിൽ നിന്ന് കരയാനല്ലേ നിനക്ക് പറ്റണുള്ളൂ. നീ അതിൽ നിന്ന് ഇറങ്ങി വാ, എന്നിട്ട് ഞാൻ പറയണ പോലെ ചെയ്യ്. നിനക്ക് യു ക്യാൻ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണ അവസ്ഥ മാറ്റിക്കളയും. ഐ ക്യാൻ മാനേജ് എന്ന് പറയണ അവസ്ഥയിൽ നിന്നും മാറിയിട്ട് നിനക്ക് പറയാൻ പറ്റണം യു ക്യാൻ. ഈശോയുടെ അടുത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതോട് കൂടിയിട്ട് സക്കേവൂസിൻ്റെ രോഗം മാറി എന്നാണ് പറയണേ. സക്കേവൂസിൻ്റെ രോഗം മാറി കഴിഞ്ഞിട്ട് സക്കേവൂസ് ചെയ്യണത് എന്താണെന്നറിയോ? സക്കേവൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നീട് കർത്താവേ എനിക്ക് പറ്റുന്നില്ല, യു ക്യാൻ മാനേജ് ഓൾ ദീസ് തിങ്സ്, യു ക്യാൻ മാനേജ്, നിനക്കിത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്യുക? പതുക്കെ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുക. സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസേ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, ഇനി ഞാൻ പറയണ പോലെ ചെയ്യോ? അപ്പോൾ സക്കേവൂസ് പറഞ്ഞു, യെസ് ഐ ക്യാൻ ഡു വാട്ട് യു സേ. നീ പറയണ എന്താണോ ഐ വിൽ ഡു ദാറ്റ് വൺ. സക്കേവൂസിനടുത്ത് പറഞ്ഞു, എനിക്ക് ഈ കാണുന്നതൊക്കെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അത്ര നാൾ ഐ ക്യാൻ മാനേജ് എന്ന് പറഞ്ഞിട്ട് പൊത്തി പിടിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. സക്കേവൂസ് പറഞ്ഞു, യെസ് 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 ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഒതുക്കെ എടുത്തിട്ട് അവനെടുത്തിട്ടുണ്ടായിരുന്നു മുഴുവൻ എടുത്ത് കൊടുക്കാൻ തുടങ്ങുക. അങ്ങനെ ദൈവത്തിന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് യു ക്യാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയം തൊട്ട് സക്കേവൂസ് അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക.
ഇപ്പോൾ ഈ ഒരു സുവിശേഷം നമ്മളിങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട തിരുവചനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനം. അതിൽ ഈ ശതാധിപൻ്റെ പ്രത്യേകത കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. ശതാധിപൻ പറയുക, ശതാധിപനായ മനുഷ്യൻ പറഞ്ഞാൽ കുറേ കഴിവുണ്ടാവണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നതാ. ഈ പറയുന്ന ശതാധിപൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, അവൻ പറയുന്ന വാചകം ഇങ്ങനെ അവനോട് പറഞ്ഞു, സുഖപ്പെടുത്തണം. ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. യു ക്യാൻ എന്ന് പറയണം. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, നിനക്ക് പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് പറ്റുന്ന എനിക്കറിയാമെന്നല്ല ഈ പറയണ ശതാധിപൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് പറ്റുമെന്നുള്ളത്. ഈ ഒരു തിരുവചനത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേക്കും, നമ്മൾ ഏത് അവസ്ഥയിലൊക്കെ എടുക്കണം, ഏത് രോഗം എൻ്റെ ഉള്ളിലുള്ളത്. അത് ഈ പറയുന്ന രീതിയിൽ നിക്കോദെമോസിനെ പോലെ എല്ലാം അറിയുന്ന ചിന്തിച്ച് ജീവിക്കണമാണോ? മറ്റുള്ളവരൊക്കെ പറയണത് കേൾക്കാൻ പോലും സമയമില്ലാതെ, മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് കേൾക്കാൻ സമയമില്ല, ഒരു 5 മിനിറ്റ് പോലും കർത്താവിൻ്റെ വചനം കേൾക്കാൻ പറ്റാതെ, കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മാധുര്യം കേൾക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ ഇതേ രോഗമുള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഐ നോ എവരിത്തിങ് എന്ന് ചിന്തിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. രണ്ടാമത്തെ ഈ ഒരു പോസിബിലിറ്റി എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ പറയുന്ന ബോഷനായ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞവർ, എടപ്പൊട്ട, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെടുത്താൽ തീർന്നില്ലേ? നീ ഉണ്ട് എന്ന് പറയണ യു ഹാവ് എന്ന് പറയണത് എന്താ നിനക്കുള്ളത്? ഐ ഹാവ് എന്ന് പറയുന്നത് ഒന്നുമില്ല നിനക്ക്, ഇന്ന് രാത്രി അതോടെ തീരും. അങ്ങനെ ചിന്തിക്കണ ആ ബോഷനായ ധനികൻ്റെ പോലെയാണോ നിൻ്റെ ജീവിതം? അതോ മൂന്നാമത്തെ അവസ്ഥ പോലെ സഖ്യൂസിനെ പോലെ എല്ലാം എനിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഞാൻ ആരോടും പറയില്ല, ഒന്ന് വന്നേ, എന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേ. എന്തിനാ ഇങ്ങനെ ഉള്ളിലൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കണേ? ഇത്രയും ഹൃദയഭാരമൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് ഈ ദിവസങ്ങളിൽ കുറേ ഹാർട്ട് രോഗികളുണ്ടാവണമെന്ന് പറയണേ. ഇങ്ങനെ കുറേ പ്രഷർ തലക്കടിച്ചിട്ട് ചത്തുപോണ മനുഷ്യരുടെ എണ്ണത്തിൽ ഇനി ഈ വചനം കേൾക്കണം നമ്മളുണ്ടാവരുത്. നമുക്ക് പറ്റണില്ലെങ്കിൽ ഒന്ന് പറയേ, വിളിക്കേ, വിളിച്ചിട്ട് പറയേ. നിൻ്റെ വെളിപ്പാടിൻ്റെ അകലെ ക്രിസ്തു നിൽക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, നിൻ്റെ ഹൃദയവാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നതാ. തവിങ്ങനെ നിൽക്കുക, നീ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, ഒന്ന് വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയണം. ഈശോയെ വിളിക്കണം, നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇടയ്ക്ക് വിളിക്കുകയും. എല്ലാം നിനക്ക് തിരുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. ഒരു വൈദികൻ്റെ അടുത്തോ ഒരു സിസ്റ്ററിൻ്റെ അടുത്തോ ഒരു സുഹൃത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ഇടയ്ക്ക് സംസാരിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താ ചെയ്യാൻ പറ്റുക? അതല്ലാതെ നീ തന്നെയല്ല അതിന് പരിഹാരം കണ്ടെത്തണ്ടേ. ഈശോയുടെ അടുത്തേക്ക് ഈ പറയുന്നവരെല്ലാവരും വന്നു. ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോ ഇന്ന പ്രശ്നമുണ്ട്. ഈശോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന തിരുവചനം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹരിക്കാനുള്ള തത്രപ്പാടില്ല. എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ അവസ്ഥയുണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷേ ഇനി തിരുവചനത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കണമേ. പത്രോസ് പറഞ്ഞതുപോലെ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കയ്യിലാണെന്ന് എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ എളിമയോട് ജീവിക്കാൻ, എൻ്റെ കർത്താവേ, നീ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവാൻ, ആ പറയുന്ന ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതുപോലെ ഈ തിരുവചന ധ്യാനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.